നമ്മളിപ്പോൾ പാലക്കാട് ടൗണിലുള്ള ശ്രീദേവി ദുർഗ തിയേറ്റർ, അതായത് ഇപ്പോഴത്തെ വി സിനിമ ശ്രീദേവി ദുർഗ പഴയ പേരാണ് കേട്ടോ. അപ്പോൾ ആ തിയേറ്ററാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തിയേറ്റർ നോക്കുന്ന ചേട്ടനാണിത്. എന്താ ചേട്ടൻ്റെ പേര്? മോഹൻ ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഈ സിനിമയുടെ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ റെസ്പോൺസും തിയേറ്ററിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മളെക്കാളും കൂടുതൽ ആൾക്കാരെ ദിവസം കാണുന്നതും ഈ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം മോഹൻ ചേട്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബ്രഹ്മയുഗം സിനിമയുടെ ആൾക്കാർ? പിന്നെ ഇന്നലെ ഫുള്ള് മിഞ്ഞാന്ന് ഫുള്ള് ഇന്നെ തേർഡ് ഷോന് സുമാർ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഫുള്ളാണ്, നല്ല ഫുള്ളാണ്, ഇപ്പോഴും ഫുള്ളാണ്. ആൾക്കാർ കയറുന്നുണ്ട്, വെറൈറ്റി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നാളെ ഞായറാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ച നമ്മൾ പിന്നെ നോക്ക വേണ്ട, ഫുള്ളായിട്ട് ആയിരിക്കും. അവിടെ പടം കൊണ്ടൊരു എക്സ്പീരിയൻസ് പറയും. എങ്ങനെയായിരുന്നു? ഒരു എക്സ്പീരിയൻസ് അറിയോ സാർ? എങ്ങനെയായിരുന്നു പടത്തിന് എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ഒട്ടപ്പടം? അടിപൊളി. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പടം, എക്സ്ട്രീം സൂപ്പർ, അടിപൊളി. നല്ല സിനിമ. എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പടം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആദ്യകാലങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ വന്നിരുന്നത്. അതേപോലെ ഒരു ഫീലിംഗ്. പടം രസമാണ്, പക്ഷേ ഒരു പഴയകാലത്തെ ഒരു ചരിത്രപരമായ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മകൾ വരും, നൊസ്റ്റാൾജിയ വരും. പിന്നെ കുഴപ്പമില്ല, പടം കുഴപ്പമില്ല. നൈസ് സിനിമയായിരുന്നു. എന്നുവെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണല്ലോ. അപ്പോൾ അത് നല്ല സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ അപ്പോഴും എൻഗേജിങ് ആയിരുന്നു. പക്ഷെ മമ്മൂട്ടിയുടെ അഭിനയം എന്ന് വെച്ചാൽ നൻപകൽ നേരത്തെ മയക്കം കാണുമ്പോൾ അതാണ് ആക്ടിങ്ങിൽ പീക്ക് എന്ന് തോന്നും. പക്ഷെ പുള്ളിക്ക് അതുവരെ ഒരു തുടക്കമായിരുന്നു. ഇത് ബാക്കി എല്ലാ ആക്ടേഴ്സും സൂപ്പറായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് ഭരതും പിന്നെ അർജുൻ അശോക് നല്ല ആക്ടിങ് ആയിരുന്നു. ബാക്കിയെല്ലാം നൈസായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നൈസായിരുന്നു. നല്ല ഹൊററിന് ഒരു ത്രില്ലർ മോഡിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ മൂടിനുള്ള പറ്റിയ സെറ്റപ്പാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല ടെക്നിക്കൽ സൈഡ് എല്ലാത്തിനും ബെസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ മ്യൂസിക് ആയാലും, എന്നുവെച്ചാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും, ഡയറക്ഷൻ ആയാലും, ആക്ടിങ് സൈഡ് ആയാലും, പിന്നെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം സൂപ്പറായിരുന്നു. മറ്റേ ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റമിൽ കിട്ടേണ്ട ഒരു തിയേറ്ററിലാണ് കേൾക്കുന്നുണ്ട്. ലൈക്ക് ആ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്ലോ ആൻഡ് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റോടെ കാണാൻ പറ്റും. കണ്ടിരിക്കാം. കുഴപ്പമില്ല. അങ്ങനെ അതില്ല, ആ ഫീലുണ്ട്. എന്നാലും വണ്ടർഫുൾ.